ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു എല്ലയുടെ ഉണ്ടാക്കിയാലോ? എങ്കിൽ വായോ. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അരിപ്പൊടി റോസ്റ്റഡ് അല്ല. ഫസ്റ്റ് അപ്പോൾ നമുക്ക് റൈസ് പൗഡർ ഒന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ശേഷം അല്പം ജീരകപ്പൊടി, ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. നമുക്കിപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കാം. വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാതെ അല്പം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതിന് വേണ്ടുന്നൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ചപ്പാത്തി മാവ് കുഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് അതിൽ വയ്ക്കാനുള്ള ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കണം. അതിന് ചിരവിയ തേങ്ങ, ശർക്കര പ്ലസ് നമുക്കതിലേക്ക് അല്പം ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കര നമുക്ക് ആവശ്യത്തിന് എടുക്കാം. എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ഇലയാണ് ആവശ്യമുള്ളത്. വാഴയില ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന അരിമാവ് ഇതേ പരുവത്തിൽ ജസ്റ്റ് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു ഹാഫ് പോർഷൻ ഒരു സൈഡായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കാനും ഈസിയാണ്. നമുക്കൊരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ശേഷം ഒരു സൈഡിലേക്ക് നമുക്കത് ഫോൾഡ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കത് ആവി കയറാനായിട്ട് നമുക്ക് അപ്പച്ചമ്പ് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഈസി മെത്തേഡാണ്. ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഇപ്പം വെള്ളം വെച്ചിട്ട് കീഴ്ത്തേട്ടുള്ള പാത്രത്തിലേക്ക് മേലെ ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവി അതിലേക്ക് ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചാൽ മതിയാവും. ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുക. ശേഷം ഇതേപോലെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതിപ്പം വെന്ത് നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാം. താങ്ക് യു.